അപ്പോൾ വാപ്പയാണ് മരിച്ചത്. വാപ്പ മരിച്ചിട്ടുണ്ട്, ഏട്ടൻ മരിച്ചിട്ടുണ്ട്, ഏട്ടൻ്റെ മോൻ മരിച്ചിട്ടുണ്ട്, പിന്നെ പെങ്ങളെ മോൻ മരിച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഏട്ടൻ്റെ മോനാണ് ഇപ്പോൾ മുണ്ടക്കൈയിൽ നിന്ന് വിളിക്കുന്നത്. ഇവിടുന്ന് ഇനി 1.5 കിലോമീറ്റർ കൂടി എത്തണം അങ്ങോട്ട് എത്താനുള്ള സംവിധാനം ഞങ്ങൾക്കില്ല. ഇപ്പോഴും ഫോണിൽ അയാൾ സംസാരിക്കുന്നു. ഫോണിൽ കോൺടാക്ട് ചെയ്തപ്പോൾ ഏട്ടൻ്റെ മോനാണ് എന്നോട് സംസാരിച്ചത്. അപ്പോൾ അങ്ങനെ ഇവർ പോയി. ബാക്കി ഒരാൾ ഇതിൽ സ്ലാവിൻ്റെ അടിയിൽ കുടുങ്ങി കിടക്കുന്നുണ്ട്. ഓനെ രക്ഷിക്കാനാണ് ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഫയർഫോഴ്സിനെ ആരെങ്കിലും കൂട്ടിയിട്ട് വാന്നപ്പോൾ പറയുന്നത്. ഇപ്പോൾ വിളിച്ച് 2 മിനിറ്റ് മുമ്പ് വിളിച്ചിട്ടാണ് ഇപ്പോൾ പറയുന്നത്. ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്താണ് ഞാൻ ഉള്ളത്. ഈ മുണ്ടക്കൈ ഭാഗത്ത് നിരവധി ആളുകളാണ് ഉള്ളത്. ഈ മുണ്ടക്കൈ ഭാഗത്തെ ആളുകളാണ്. ഇർഷാദ് എന്ന യുവാവുണ്ട്. ഇർഷാദ് എന്ന യുവാവും യുവാവിൻ്റെ ബന്ധുക്കൾ, പിതാവും സഹോദരനും ഉൾപ്പെടെ അവിടെ നിന്ന് മരിച്ചു എന്നുള്ള വിവരം ലഭിക്കുകയും അവിടെ നിന്ന് കുടുങ്ങിക്കിടക്കുന്ന സഹോദരൻ്റെ മകൻ പറയുകയും. എന്താണ് അവിടെ നിന്നുള്ള വിവരം? അവിടെ ഇപ്പോൾ വിളിച്ചത് വല്യപ്പാൻ്റെ മകനും വലിയപ്പാൻ 2 മക്കളും കുടുങ്ങി കിടക്കുകയാണ്. അതിൽ ഒരുത്തന് എല്ലാം ലേക്കാണ്. എത്രയും പെട്ടെന്ന് അവിടെ എത്തിയിട്ടില്ല, എന്തെങ്കിലും സംഭവിക്കുമെന്നാണ് പറയുന്നത്. എത്രയും പെട്ടെന്ന് ആൾക്കാരൊന്നും അങ്ങോട്ട് എത്തിക്കുക. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എന്താ പറയുക, നമ്മുടെ അർജുൻ ഇപ്പോഴും കാണാൻ മറയത്താണ്. ആ ഒരു വിഷമത്തിൽ നിന്ന് ഇപ്പോഴും നമ്മൾ മുക്തമായിട്ടില്ല. ആ ഒരു സമയത്താണ് ഇപ്പോൾ കരളലിയിപ്പിക്കുന്ന വേറൊരു ന്യൂസുമായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവരും കണ്ടു കാണും, കേട്ട് കാണും. നമ്മുടെ ന്യൂസിലെല്ലാം പറയുന്നുണ്ട് വയനാട്ടിലെ ഉരുൾപൊട്ടൽ. അതിൽ എത്ര ജീവനുകളാണ് ഇല്ലാതായതിൽ. എന്താ പറയുക, ഭയങ്കര വിഷമം തോന്നി ആ ഒരു ന്യൂസ് കണ്ടപ്പോൾ. ഞങ്ങൾ ഒരു യൂട്യൂബിലുള്ള ഫ്രണ്ടും വയനാടുണ്ട്. ഒരാളല്ല, ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെ സേഫാണെന്ന് ചോദിച്ചാൽ അവർ സേഫാണെന്ന് പറഞ്ഞു. എങ്കിലും ദുആ ചെയ്യണം, ആ ഒരു ഭീഷണിയിലാണ്, ഉരുൾപൊട്ടൽ എന്നുള്ള ഒരു ഭീഷണിയിലാണ് ഞങ്ങളെല്ലാവരും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. ഇപ്പോൾ മഴ ഭയങ്കര ശക്തമായിരിക്കുകയാണ്, തോരാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ് മഴ. നമ്മൾ എന്താ പറയുക, നമുക്ക് വീട്ടിലാണ് നമ്മൾ സുരക്ഷിതത്വം പറയും, പക്ഷെ വീട്ടിൽ പോലും നമ്മൾക്കിപ്പോൾ സുരക്ഷിതമല്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ. എപ്പോഴാണ് ഉരുൾപൊട്ടുക, എപ്പോഴാണ് ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാവുക എന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. വെയിലാണെങ്കിൽ പിന്നെയും നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ പിടിച്ചു നിർത്താൻ പറ്റും. പക്ഷേ ഈ മഴ ഉരുൾപൊട്ടലും കൂടെ ആകുമ്പോഴേക്ക് നമുക്ക് ഒട്ടും പറ്റില്ല. ഓരോ ഭാഗത്തും വെള്ളം കയറി, അതുപോലെ തന്നെ ഉരുൾപൊട്ടലും കുട്ടികളും മക്കളും ഉമ്മയും വാപ്പയും എല്ലാം മരിച്ചൊരവസ്ഥ. അതൊക്കെ കണ്ടപ്പോൾ എന്താ പറയുക, ന്യൂസിലൊക്കെ ഇപ്പോൾ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചില്ല, അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അവർക്ക് എന്താ പറയുക, ആരൊക്കെ മരിച്ചു എന്ന് പോലും അറിയാത്തൊരവസ്ഥ. കൂടെ അത്ര നേരം കൂടെ ഉണ്ടായിരുന്നവർ പെട്ടെന്ന് ഒരു നിമിഷം ഇല്ലാതായ ഒരവസ്ഥ. വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. റബ്ബേ, ഇങ്ങനെ ആരെയും പരീക്ഷിക്കല്ലേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താ പറയുക, ശത്രുക്കളെ പോലും ഇങ്ങനെ ഒരു പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട് പരീക്ഷിപ്പിക്കല്ലേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവർക്കും വേണ്ടിയിട്ടും. ഇപ്പോൾ വയനാട്ടിൽ ഒരുപാട് പേര് മരിച്ചു എന്നാണ് പറയുന്നത്. നേരത്തെ കണ്ടപ്പോൾ 60ഓളം പേര് മരിച്ചു എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എണ്ണം കൂടിയിട്ടുണ്ടാവും. ഞാൻ വീഡിയോ എടുക്കുന്നത് വരെ 60 പേര് എന്നൊക്കെയാണ് പറയുന്നുണ്ടായിരുന്നത്. കുട്ടികളടക്കം ഉണ്ട് എന്നാണ് പറയുന്നത്. അവരുടെ കൂടെ ഉണ്ടായിരുന്നവരെ ഇപ്പോൾ കാണാനില്ല. അവർ സേഫ് ആണോ എന്ന് പോലും അറിയാത്തൊരവസ്ഥ. എന്താ പറയുക, കൂടെ ഉണ്ടായിരുന്നവർ പോലും കൂടെ ഇല്ലാത്തൊരവസ്ഥ. അവർ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് പോലും അറിയാത്തൊരവസ്ഥയാണ്. ഈ വെള്ളവും മരവും എല്ലാം കൂടെ വരുന്ന സമയത്ത് ഏതാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ രക്ഷപ്പെട്ടവർ പറയുന്നത് മരത്തിൽ തൂങ്ങിക്കിടന്നു. അതുപോലെ തന്നെ ഫാനിലുണ്ടല്ലോ, ഈ വെള്ളം ഇങ്ങനെ കുത്തിയൊലിച്ച് വരില്ല, വീട് മൊത്തം ഇതാക്കിയിട്ട് പോകില്ല. അപ്പോൾ ഫാനിലൊക്കെ തൂങ്ങി നിന്നു എന്നൊക്കെ പറയും. അതൊക്കെ കേൾക്കുമ്പോൾ എന്താ പറയുക, എനിക്ക് തന്നെ ശരീരം വിറയ്ക്കുന്നു. അത്രയ്ക്കും എന്തുമാത്രം ഭയാനകരമായിരിക്കും അവരുടെ ആ ഒരു അവസ്ഥ. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. ഓരോ ദുരന്തങ്ങളും ഉരുൾപൊട്ടലും കാരണം ഒരുപാട് ജീവനുകൾ ഇല്ലാതായിട്ടുണ്ട്. ആ ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത്. അവർ സേഫായിട്ട് ഇരിക്കുക, മഴയത്താവുന്നതും വെള്ളക്കെട്ടും ഉള്ള ഭാഗത്ത് ആരും പോവാതിരിക്കുക, എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. ഇപ്പോൾ സ്കൂളുകൾക്കൊക്കെ അവധി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ സ്കൂൾ അവധി എന്ന് പറഞ്ഞിട്ട് വെള്ളക്കെട്ടും ഇതൊക്കെ ഉള്ളവിടെ കുട്ടികളെയും കൊണ്ട് കാണിക്കാൻ പോകുന്നതൊക്കെ ഞാൻ കണ്ടു. പക്ഷെ അങ്ങനെയൊന്നും പോവാതിരിക്കുക. ഇപ്പോൾ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ളൊരു അവസ്ഥയാണ്. ഏത് ഭാഗത്ത് കൂടെയാണ് വെള്ളം വരിക എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം നമ്മൾക്ക് വെള്ളം കെട്ടി നിൽക്കുന്നതൊക്കെ കാണാനും വെള്ളം
ഒഴുകുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും. അപ്പം നമ്മൾ പോവും. പക്ഷെ അത് ഡേഞ്ചറാണ്. സൂക്ഷിക്കുക, എല്ലാവരും സൂക്ഷിക്കുക. ഭയങ്കര അവസ്ഥയാണ്. നമുക്ക് വരുമ്പോഴേ അതിൻ്റെ ആ ഒരു അതിൻ്റെ ഒരു ഇത് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക. ഈ ഒരു അവസരത്തിൽ എനിക്ക് അത്രേ പറയാനുള്ളൂ. എല്ലാവരും നല്ല ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. ആവുന്നതും കുട്ടികളെയും കൊണ്ട് വെള്ളക്കെട്ടും അങ്ങനെയുള്ള ഭാഗങ്ങളിലൊന്നും പോവാതിരിക്കുക. വെള്ളം കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ചിലപ്പോൾ നമ്മുടെ കൈ പെട്ടെന്ന് വിട്ടു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ വെള്ളം കുത്തിയൊലിച്ച് വരുന്നൊരു ഇതാണ്. അപ്പോൾ പ്രകൃതിക്ഷോഭം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഭയങ്കര ശക്തിയോട് കൂടിയിട്ടാണ് വെള്ളവും ഇതൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ സൂക്ഷിക്കുക ആവുന്നതും. പിന്നെ ഒന്നിച്ച് അല്ല എന്താണോ വിധിച്ചിരിക്കുന്നത് അതറിയില്ല. നമ്മൾ വീട്ടിൽ ഉറങ്ങുന്ന സമയത്താണ് ഉരുൾപൊട്ടുന്നത്, എല്ലാം കൂടെ നമ്മുടെ മേലെ വന്ന് വീഴുന്നത്. അങ്ങനെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ വയനാടൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ. അള്ളാഹു കാക്കട്ടെ, എല്ലാവരും കാത്ത് രക്ഷിക്കട്ടെ. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ദുആ ചെയ്യുക, വയനാട്ടിലെ ആളുകൾക്ക് വേണ്ടിയിട്ടും. അതുപോലെ എന്താ പറയുക, വയനാട്ടിൽ നിന്നല്ല കേരളം ഒട്ടാകെ ഇപ്പോൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. ആ ഒരു അവസ്ഥയാണ്. ഇപ്പോൾ മൊത്തത്തിൽ അവധി കൊടുത്തിരിക്കുകയാണ്, സ്കൂളുകൾക്കെല്ലാം അവധി കൊടുത്തിരിക്കണം. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക, എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ ഈ വയനാട്ടിലത്തെ ഈ ഒരു ഇത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് അവിടെയുണ്ട്, വയനാടും ഒക്കെ ഉണ്ട്, യൂട്യൂബിലുള്ള ഫ്രണ്ട്സൊക്കെ. അപ്പോൾ അവരെയൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ സേഫാണെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. ഈ ഒരു അവസരത്തിൽ എനിക്ക് അതാ പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്ക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.